പ്രഭാഷകന്റെ പുസ്തകം 21:1-2 മകനേ, നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലിൽ ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് നീ പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിന് ഓടിയാകൽ. അടുത്ത് എന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിന്റെ ജീവൻ അപഹരിക്കും. പാപം ചെയ്യുമ്പോൾ ജീവനില്ലാതാവും. അഭിഷേകം, കൃപ നഷ്ടപ്പെട്ടു പോകും. കൃപ പിന്നെ കിട്ടില്ല, പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒത്തിരി വിശുദ്ധാത്മാക്കൾ പോലും വലിയ അപകടത്തിൽപ്പെട്ടു പോയത് പാപത്തിൻ്റെ വഴിയിലൂടെ പോയി. പാപ സാഹചര്യങ്ങളെ താലൊലിച്ചു. സാരമില്ലെന്ന് എല്ലാവരും പറയും. കുഴപ്പമില്ല, ഇത് ഹ്യൂമനാണ്, നാച്ചുറൽ, സ്വാഭാവികമാണ്, ഇങ്ങനെയൊക്കെയില്ല. പക്ഷേ ദൈവവചനം അനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, അതോ വചനവിരുദ്ധമായിട്ടാണ് നീങ്ങുന്നത് എങ്കിൽ നിന്റെ ജീവൻ പോയിരിക്കും, നിന്റെ അഭിഷേകം പോയിരിക്കും, നിന്റെ കൃപ നിനക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും. 2 കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ.